ജാസ്മിന്റെ മുന്നിൽ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ലാലേട്ടൻ. ഇന്നലെ മുടിയന്റെ മുന്നിലായിരുന്നു മുട്ടുകുത്തിയത്. ഇന്നതാ ജാസ്മിന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാണ്ട് നിൽക്കുകയാണ് ലാലേട്ടൻ. കഴിഞ്ഞ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ലാലേട്ടനെ വളരെ മികച്ചതായി തോന്നി. എല്ലാവരെയും എടുത്തിട്ട് കുടയുന്നത് കണ്ടപ്പോൾ ലാലേട്ടൻ എല്ലാ സീസണിനേക്കാളും നല്ല അടിപൊളി ആയിട്ടാണല്ലോ ലാലേട്ടൻ നിൽക്കുന്നത് എന്നൊക്കെ എല്ലാവരും പ്രശംസിച്ചതാണ്. പക്ഷേ ഈ ഒരു 2 എപ്പിസോഡ് കൊണ്ട് തന്നെ അത് മാറ്റിക്കളയുമെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ നമ്മൾ ആ ഒരു വിഷയം കണ്ടതാണ്. മുടിയന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒരു മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ നൈസായിട്ട് തടി ഊരിയത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, അതേ ലാലേട്ട, ചെരുപ്പിടാണ്ടാണ് നടക്കുന്നത്, വീട്ടിൽ ഇവിടെ ചെളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് എന്ന് ലാലേട്ടൻ പറയുന്നു. അപ്പൊ ജാസ്മിൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ എന്നെ മാത്രം എയിം ചെയ്ത് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമാണ് അവിടെ ചെരുപ്പിടാതെ നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജാസ്മിൻ പറയുന്നു, ഞാൻ മാത്രമല്ല ലാലേട്ടൻ, ഇവിടെ പലരും ചെരുപ്പിടാതെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആക്ച്വലി അവിടെ ജാസ്മിൻ മാത്രമല്ല, ഗബ്രിയും രശ്മിനും അങ്ങനെ കുറെ പേര് ചെരുപ്പിടാണ്ട് തന്നെയാണ് നടക്കുന്നത്. ബിഗ് ബോസ് ലാലേട്ടന് സ്ക്രിപ്റ്റ് കൊടുത്തപ്പോൾ അത് ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറയാണ്, ഞാൻ എന്തിനു നിങ്ങളെ ടാർഗറ്റ് ചെയ്യണം? സത്യം പറഞ്ഞാൽ അതിന് വേറൊരു ഉത്തരമില്ല. ലാലേട്ടൻ അന്നേരമാണ് മനസ്സിലാകുന്നത് ജാസ്മിൻ മാത്രമല്ല അവിടെ ബാക്കി പലരും ചെരുപ്പിടാണ്ടാണ് നടക്കുന്നതെന്ന്. ലാലേട്ടൻ ഒരു പക്ഷെ ആ സമയത്തായിരിക്കും മനസ്സിലായത്. പക്ഷെ ലാലേട്ടൻ നൈസായിട്ട് ഞാൻ എന്തിനു നിങ്ങളെ എയിം ചെയ്യണം എന്ന് ചോദിച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് വീണ്ടും തടി ഊരുന്ന ലാലേട്ടനെ നമ്മൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ചോദിച്ച ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. ആ വീട്ടില് ചെരുപ്പിടാണ്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അത് എല്ലാവരോടുമായിട്ട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്, അതെനിക്കറിയാം. പക്ഷെ ഈ ഒരു കാര്യം ജാസ്മിന്റെ ഭാഗത്ത് ചെറിയൊരു ന്യായമുള്ളതായിട്ട് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.